പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഈ വീഡിയോ ഇടുകയോ സംവദിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോഴീ കഴിഞ്ഞ ഒരാഴ്ച കാലം നടന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അല്പസ്വല്പം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ പത്രത്തിലൂടെ അല്ലെങ്കിൽ ചാനൽ വഴിയൊക്കെ കണ്ട ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് അയൽരാജ്യമായിട്ടുള്ള നേപ്പാളിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ജനറേഷൻ ഇസഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം കുട്ടികളല്ല ചെറുപ്പക്കാർ ആ രാജ്യത്തെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഭരണകർത്താക്കൾ നടപ്പിലാക്കുന്ന അനീതിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കുകയും അത് വലിയ അക്രമത്തിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇത് ലോകക്രമത്തിൽ നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അറബ് മേഖലകളിൽ ഒരു കാലഘട്ടത്തിൽ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് ലിബിയയിൽ ആരംഭിച്ച് ഗദ്ദാഫിയുടെ പതനത്തിന് കാരണമായി തീർന്ന, അത് കഴിഞ്ഞ് അത് ഈജിപ്തിലേക്ക് പടർന്ന് ടുണീഷ്യയിലേക്ക് പടർന്ന് അങ്ങനെ സിറിയയിലേക്ക് വന്ന് ബഷർ അൽ അസദ് അവിടെ നിന്ന് പലായനം ചെയ്യുന്ന രീതിയിലേക്ക് യുദ്ധത്തിലേക്കൊക്കെ പോയതും സിറിയയിലെ ജനങ്ങൾ വലിയ ആഭ്യന്തര യുദ്ധത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലായപ്പോഴാണ് അവർ മറ്റിതര യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മെഡിറ്ററേനിയൻ കടൽ കടന്ന് അവർ യൂറോപ്പിലേക്കൊക്കെ പോയ ഷിപ്പ് മുങ്ങിയതും ബോട്ടുകൾ മുങ്ങിയതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിചിന്തനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കൃത്യമായിട്ട് ഈ ലോകത്തെ ക്രമീകരിക്കുന്ന, ലോകത്തെ നയിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥാപിതമായിട്ട് നമ്മുടെ പ്രത്യക്ഷതയിൽ കാണാതെ അവർ നിഴൽ സർക്കാരുകളായിട്ട് ലോകത്തെ നിയന്ത്രിക്കുന്നതായിട്ട് എല്ലാ കാലവും മനസ്സിലാക്കുവാൻ കഴിയും. ഇതിന് ആധുനിക തലത്തിലെ ആളുകളൊക്കെ പറയുന്നത് ഡീപ് സ്റ്റേറ്റ് അല്ലെ അമേരിക്കയിലെ അധോലോകം എന്നൊക്കെ പറയുന്ന പേരുകളിൽ പല പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള ഈ നേപ്പാളിന് സംഭവിച്ചിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് അത് അടികൊണ്ടത് നേപ്പാളിനാണെങ്കിലും സത്യസന്ധമായിട്ട് വിലയിരുത്തുന്ന രാഷ്ട്രതന്ത്രജ്ഞതയുള്ള ഈ പൊതുകാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അല്ലാതെ തന്നെ ഗഹനമായിട്ടുള്ള അറിവുകളുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി, ഇത് നിരീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും ഇതിനകത്ത് എന്തൊക്കെയോ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം ഒരിക്കലും നേപ്പാളല്ല, നേപ്പാളിനപ്പുറം ഇന്ത്യയെ വരുതികൾ നിർത്തുക എന്നുള്ള തന്ത്രമാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ഇതേ ജെൻ സി അല്ലെങ്കിൽ മില്ലേനിയം അല്ലെങ്കിൽ ജനറേഷൻ എക്സ് എന്നൊക്കെ പേര് പറഞ്ഞ് പല വിവിധമായ പേരുകൾ പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്ത ശ്രീലങ്കയിൽ അവർ ഭരണമാറ്റം കൊണ്ടുവരികയും അവിടെ വലിയ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ഷേഖ് ഹസീനയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വലിയ ഭരണകൂട ഭീകരത അവിടെ സൃഷ്ടിക്കപ്പെടുകയും ആഭ്യന്തര യുദ്ധം ഉണ്ടാകുകയും അതിനുശേഷം ഇപ്പോൾ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് ആ രാജ്യം നടന്നു പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത് സമാധാനപരമായിട്ടൊരർത്ഥത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രമാണ് ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം എന്ന പേരിൽ മുൻകാലങ്ങളിൽ അറിയപ്പെടുന്ന നേപ്പാളികളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും അവരുമായിട്ടൊക്കെ നമ്മൾ സംവദിക്കുമ്പോഴും സംസാരിക്കുമ്പോൾ വളരെ പാവപ്പെട്ട മനുഷ്യരായിട്ടുള്ള ആളുകളാണ്. അക്രമവാസനകൾ വളരെ പരിമിതമായിട്ടുള്ള, അക്രമവാസന എന്ന് പറയാനില്ലാത്ത ശാന്തശീലരായിട്ടുള്ള ഏറെക്കുറെയുള്ള ആളുകൾ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നവരാണ് ഞാൻ പരിചയപ്പെട്ട ഏറെക്കുറെ നേപ്പാളികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വളർച്ചയെ, ഇന്ത്യയുടെ മുന്നേറ്റത്തെ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ഈ ഇന്ത്യയുടെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന BJP-കാരൊക്കെ വേണേൽ പറയും, ഞങ്ങളുടെ മോഡിജി ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഭയങ്കര വികസനം. ഒന്നുമല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട.
ഇത് നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതേപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ രാജീവ്ജിയും മൻമോഹൻ സിംഗും തുടങ്ങിയോ ഈ രാജ്യത്തിന് വേണ്ടി അർപ്പണബോധത്തോടെ ജീവൻ പരിത്യജിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രിമാരും ഭരണകർത്താക്കളും അവർ കൃത്യമായിട്ട് പണിയെടുത്തു. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നത്. അല്ലാതെ കേവലം 10-12 വർഷം കൊണ്ട് ഒരു രാജ്യത്തെയും അങ്ങനെ ഒരു മിറാക്കിൾ കാണിച്ച് വളർത്തിയെടുക്കാനൊന്നും കഴിയില്ല. അത് ഈ പറയുന്ന അമേരിക്കയായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ രാജ്യങ്ങളായാലും ഒരു പതനത്തിൽ അകപ്പെട്ടു പോയാൽ തിരിച്ചു കയറി വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അത് കേവലം ഒരു 10 വർഷം കൊണ്ടൊന്നും അങ്ങനെ ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റില്ല. 70, 80, 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു രാജ്യം വികസിത രാജ്യമായിട്ട് മാറുന്നത്. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബഹിരാഷ്ട്ര ഭീകരന്മാരായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു. അതിന് ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മുടെ വീട്ടിൻ്റെ ഒരു ചുറ്റുപരിസരം എടുത്താലും നമ്മുടെ നെയ്ബർഹുഡ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ സ്വാധീനമുള്ള ആളായാലും എത്ര വലിയ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളായാലും നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ അയൽവാസി ദാരിദ്ര്യത്തിലാണ് അല്ലെങ്കിൽ പ്രയാസത്തിലാണ് അല്ലെങ്കിൽ അവിടെ അരാജകത്വമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ സമാധാനവും പോവും. ഇപ്പോൾ ഈ ദക്ഷിണ ഏഷ്യയുടെ സമാധാന അന്തരീക്ഷം തകർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു പേരിലൊരു അറ്റാക്ക് അവിടെ സംഭവിക്കുകയുണ്ടായി. നമ്മുടെ ഉള്ളിലും കലുഷിതമായിട്ട് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ നിൽക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ്, ശ്രീലങ്ക, അതുപോലെ മ്യാൻമാറിൽ വിഷയങ്ങളുണ്ട്. പട്ടാള അട്ടിമറി നടന്നു. അതുപോലെ നമ്മുടെ ഈ പറയുന്ന ബാങ്കോക്ക് സ്ഥിതി ചെയ്യുന്ന തായ്ലൻഡ്, ആ തായ്ലൻഡിൽ അവിടുത്തെ പ്രധാനമന്ത്രി മാറേണ്ട അവസ്ഥയിലേക്ക് വന്നു. തായ്ലൻഡും തൊട്ടടുത്ത രാജ്യമായിട്ടുള്ളതുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന മധ്യസ്ഥന്റെ റോളിലാണ് അമേരിക്ക ഇന്ന് നിന്നിട്ടുള്ളത്. കാലാകാലങ്ങളിൽ അവർക്ക് വേണ്ടുന്ന സ്വാധീന ശക്തി ഉറപ്പിക്കാൻ കഴിയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിച്ച് അവരെ അധികാരത്തിൽ കൊണ്ടുവരികയും അവരെ എതിരിടുന്ന ആളുകളെ അല്ലെങ്കിൽ അവർക്ക് എഗനിസ്റ്റ് ആണെന്ന് തോന്നുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുകയും ഉന്മൂലനം ചെയ്യുകയും എന്നുള്ളതാണ് ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അവരുടെ ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പം അമേരിക്കയുടെ ഏറ്റവും വലങ്കൈയായിട്ടുള്ള ഒരു നാളുകളുടെ അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ ആവും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് അമേരിക്കയ്ക്കും തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇപ്പോൾ കണ്ട ഒരു വിഷയമാണ്, ഒരു പെൺകുട്ടി ഒരു സ്ത്രീയും പുരുഷനും ഒരു വാഹനത്തിൽ അവർ വന്നവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം അവരവിടെ അല്പനേരം വിശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാ ഒരു പെൺകുട്ടി വന്നിട്ട് അവിടെ ആരാണ് എന്താണ് എന്ന് ചോദിച്ചു. അതിന് ആ കുട്ടിക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതായിട്ട് സോഷ്യൽ മീഡിയ വഴി കാണാൻ കഴിഞ്ഞു. നമ്മളിതിനെപ്പറ്റി ആധികാരികമായിട്ട് ഒരു കാര്യവും മനസ്സിലാക്കാത്തത് കൊണ്ട് ഞാൻ ഇരുപക്ഷവും പറയുന്നില്ല. എങ്കിലും ഒരു ചെറിയ കാര്യം മാത്രം അക്കാര്യത്തിൽ സൂചിപ്പിക്കാം. ആ പെൺകുട്ടി ധൈര്യപൂർവ്വം ഇപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്താണ് ഒരു വാഹനം വന്ന് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ഇറങ്ങിപ്പോയി നോക്കും, ഇതാരാ, എന്താണ് വിഷയം, ഇനി നമ്മളെ ആക്രമിക്കാൻ വന്നവരാണോ, നമ്മളെ സ്നേഹിക്കാൻ വന്നവരാണോ, നമ്മുടെ സൗഹൃദക്കാരാണോ എന്ന് നോക്കിപ്പോവും. അപ്പോൾ പാവപ്പെട്ട ആ പെൺകുട്ടി പോയി അത് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടുവെന്ന് അവരാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നില്ല, അവരാണ് പറയുന്നത്. അപ്പോഴാ കാഴ്ചയ്ക്ക് എതിരായിട്ട് അവരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ അപ്പം ഈ നാട്ടിൽ ഈ ശ്രദ്ധ മനുഷ്യൻ ഏറെക്കുറയും നമ്മളത് മനസ്സിലാക്കണം, ഏറെക്കുറയും തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം സമൂഹത്തിൻ്റെ നിരീക്ഷണം തന്നെ. ഇപ്പോൾ ഒരാൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയിട്ട് അല്പസ്വല്പം മാന്യതയും ഇമേജും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അവനൊരു മദ്യപാനമായിട്ട് പൊതുനിരത്തിൽ ഇറങ്ങുമോ? കാരണം എന്താ? പബ്ലിക്ക് കാണുമെന്നുള്ള ഭയം. അതുപോലെ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ കഞ്ചാവ് വലിക്കുകയോ മയക്കുമരുന്നിന് അടിമയാകുകയോ ചെയ്യുമോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ ഭയപ്പെടുന്നു. ആ പബ്ലിക്കിനെ ഭയപ്പെടുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെ, അല്ലെങ്കിൽ ഈ സമൂഹം അങ്ങോട്ട് പോകും. അപ്പം രണ്ടുപേര് അവിടെ വന്നവർ വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ഇപ്പം ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി ഉൾപ്പെടെ സുപ്രീം കോടതി എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്.
ആ വസ്തുവിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്രണ്ട് സ്ഥലത്തിനും അവകാശം, ആ വസ്തുവിൻ്റെ ഉടമ ആരാണോ അവർക്ക് അതിന് ഫ്രണ്ടിലുള്ള വസ്തുവിനും, അത് ഉടമയെന്നുള്ള അവകാശത്തിലല്ല, അവർക്ക് ഇപ്പോൾ ഒരു കട, ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് ആർക്കാ, ആ ഷോപ്പിന് അതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഉപയോഗ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവരുടെ വീടിൻ്റെ മുന്നിലേക്ക് ഒരു വാഹനം നിർത്തുകയും അവർ അതുവഴി കടന്നു പോയപ്പോൾ ഈ വാഹനത്തിൽ ആരോ ഇരിക്കുന്നു നോക്കി യാദൃച്ഛിക അവർ കണ്ടു. അപ്പോൾ അത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് അവർ പറയുന്നു. പക്ഷേ അത് അവിടം കൊണ്ട് തീരുന്നതിന് പകരം ഇന്ന് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സോഷ്യൽ മീഡിയ നല്ല കാര്യത്തിന് ഉപയോഗിക്കുവാൻ ആർക്കും അത് താല്പര്യമില്ല, അതിന് ശ്രമമില്ല. എന്ത് കോമാളിത്തരങ്ങൾ ആര് എവിടെ വെച്ച് കാണിച്ചാലും അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ ലൈക്ക് ചെയ്യാനും അതിനെ ഷെയർ ചെയ്യാനും ഒക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ കാര്യങ്ങൾ പറയുകയോ ന്യായമായിട്ട് പ്രതികരിക്കുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാനോ കാര്യങ്ങൾ അതിനെ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കാനോ നമ്മുടെ കേരളത്തിലെ ജനത പുറമോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ അക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഞാൻ ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുകയാണ്. കാരണം എൻ്റെ പരിസരത്താണെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഒരു വാഹനം വന്നാൽ നമ്മൾ നിരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് മോശമായിട്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഈ പെൺകുട്ടി കണ്ട രീതിയിലുള്ള ഒരു ചേഷ്ട അവിടെ അതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വീടുണ്ടല്ലോ. ഞാൻ അവരെ കുറ്റം പറയുമല്ല, രണ്ടു കൂട്ടരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അത് ഒരു ഉചിതക്കേടായിപ്പോയി, അത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് അവതരിപ്പിച്ചത് അത് ഒരു ഉചിതക്കേടായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, നമ്മുടെ ചാനലുകൾ ഇപ്പോൾ എന്താണ്ട് ബിഗ് ബോസ് എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം ചെയ്യുന്നു. അതിൽ നിന്ന് എന്താണ് കേരളത്തിലെ ജനത അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്, അതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കേണ്ടത്, എന്ത് നന്മയാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്? ഇതിൽ എത്രയോ നല്ല കാര്യം. എൻ്റെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിൻ്റെ ചാനലിൻ്റെ ഉടമകളെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് പറയുക. ഈ നാട്ടിൽ എത്രയോ കർഷകരുണ്ട്. നിങ്ങൾ 10 കർഷകരെ വിളിച്ച് അവർക്ക് ആ ഒരു സമ്മാനത്തുക കൊടുത്തുകൊണ്ട് അവരെ ഒരു കോമ്പറ്റീഷൻ നടത്തുക. അല്ലെങ്കിൽ പണ്ഡിതരായിട്ടുള്ള ആളുകളുണ്ട്, ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്, വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പഠിച്ച് നല്ല മാർക്ക് നേടി വിജയിച്ച് വന്നിട്ടുള്ള കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അത് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തിട്ട് ഈ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചു കയറ്റുക. നിങ്ങൾ ചിലപ്പോൾ പറയായിരിക്കും ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണുന്നതല്ലല്ലോ. അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ കാണാതെ തന്നെ ഓട്ടോ റണ്ണിങ് ആണ്, അപ്പോഴത് കണ്ടുപോകും. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങളെപ്പോലുള്ള ചാനലുകളൊക്കെ ഉത്തരവാദിത്തത്തിൽ ഒന്ന് ഈ സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടൊക്കെ നിങ്ങളൊന്ന് പ്രവർത്തിക്കണം. നിങ്ങളുടെ മുൻകാലങ്ങളിൽ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല നല്ല പ്രോഗ്രാമുകളും സാമൂഹിക ഉന്നമനം ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ സഞ്ചാരം, അതൊക്കെ ഒരുപാട് അറിവ് നൽകുകയും അത് മനുഷ്യനെ ഈ കേരളമെന്ന് പറയുന്ന ആ ഇട്ടാവട്ടത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുവാനും വലിയ കാഴ്ചകൾ കാണുവാനും യാത്ര ചെയ്യുവാനും ഒക്കെ നല്ല ഉദ്ദീപനം തന്ന ഒരു പ്രോഗ്രാമുകളാണ്. അതുപോലെ ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. കണ്ണാടി എന്ന് പറയുന്ന നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോഴീ ചെയ്യുന്ന ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ അതിനകത്തുള്ള രാഷ്ട്രീയ വശമോ മറ്റൊന്നും ഇതിനകത്ത് കൂട്ടിക്കെട്ടേണ്ട. ഞാനെന്നുള്ള വ്യക്തി പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനാണ് നമ്മുടെ അഖിൽമാരാർ. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അഖിൽമാരാർ ഇപ്പം വീണ്ടും ബിഗ് ബോസിലേക്ക് ക്ഷണം ലഭിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുന്നതിനൊന്നും നമുക്ക് എതിർപ്പില്ല. നമ്മുടെ സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണ്. അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് എന്താണ് കേരളത്തിലെ ജനതയ്ക്കുണ്ടാകുന്ന നന്മ? കാഴ്ച കൊണ്ടോ കേൾവി കൊണ്ടോ പ്രവർത്തന മികവ് കൊണ്ടോ എന്താണ് അതിൻ്റെ നേട്ടം അല്ലെങ്കിൽ മേന്മ, അതിൻ്റെ മെച്ചം എന്നുള്ളത് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിൻ്റെ ആരെങ്കിലും ഇതൊന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.